ഇപ്പോൾ വി ടി ബൽറാം ചേരുന്നുണ്ട്. വി ടി ബൽറാം, താങ്കൾ വാർത്ത അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. അതായത് പാരഡി പാട്ട് കേസുമായി മുന്നോട്ട് പോകണ്ട എന്നാണ് സർക്കാരിന്റെ തീരുമാനം. എന്താണ് പ്രതികരണം? എന്തുമാത്രം നാണക്കേടാണ് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന CPM വരുത്തി വെക്കുന്നത് കേരളത്തിൽ. ഇത്ര കനത്ത ഒരു തിരിച്ചടി കിട്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുഴുവൻ മുഖത്ത് നോക്കി കാർക്കിച്ചു കുത്തിയിട്ട് ആ ജനവികാരത്തെ ഉൾക്കൊള്ളുക എന്നുള്ള മിനിമം മര്യാദ കാണിക്കാതെ ഈ ഒരു പാരഡി പാട്ടിന്റെ ഒക്കെ പുറകിൽ പോകാനുള്ള ബുദ്ധി ഇവർക്ക് ആരാണ് ഉപദേശിച്ചത് എന്നുള്ളതാണ് തുടക്കം തൊട്ട് നമ്മൾ സംശയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോഴെങ്കിലും അല്പ വിവേകം അവരുടെ കുറച്ച് ആളുകളുടെ ഇങ്ങനെ തലക്കകത്തേക്ക് കയറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സന്തോഷമേ ഉള്ളൂ. നോക്കൂ, ഇവിടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ, സമരങ്ങളെയൊക്കെ ഏതെല്ലാം രീതിയിലാണ് അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയോടെ ഈ സംവിധാനം സമീപിച്ചിട്ടുള്ളത്. എന്തെല്ലാം രീതിയിലാണ് നിയമങ്ങളെ മുഴുവൻ വളച്ചൊടിച്ച് അമിതാധികാര പ്രവണത മുഴുവൻ അടിച്ചേൽപ്പിച്ച് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കണ്ടതല്ലേ, മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ സമയത്ത് ബസ്സിന് നേരെ ആരോ ഷൂ എറിഞ്ഞപ്പോ വധശ്രമം എന്ന് പറഞ്ഞുകൊണ്ടാണ്, മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കേസെടുത്തത്. പോലീസിന്റെ FIR ഇതേപോലെ കോടതിയാണ് എടുത്ത് തൊട്ടിക്കളഞ്ഞത്. അതിനുശേഷം കോടതിയാണ് ചോദിച്ചത് ഷൂ എറിയുന്ന എങ്ങനെ വധശ്രമമാകാന്ന്. ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രിയുടെ ഒരു 10-15 മീറ്റർ അപ്പുറത്ത് നിന്ന് 2 യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർ മുദ്രാവാക്യം വിളിച്ചപ്പോ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന LDF കൺവീനർ അടക്കമുള്ള ആളുകൾ അവരെ കൈകാര്യം ചെയ്യുകയും കായികമായിട്ട് മർദ്ദിക്കുകയും ചെയ്ത് എന്നിട്ട് അവർക്കെതിരെയും വധശ്രമത്തിനാണ് കേസെടുത്തത്. ഇങ്ങനെ ഒരു അധികാരം കയ്യിലുണ്ട്, പോലീസ് കയ്യിലുണ്ട് എന്നുള്ളതിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് പറയുന്ന അവസ്ഥ ഇവിടെ കുറച്ചു കാലമായി തുടങ്ങിയിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പൊ പോറ്റി പാട്ടിനെതിരെയും ഈ നിലയിൽ മതവികാരം കാണപ്പെടുന്നു. ഇവിടെ ഒരു യഥാർത്ഥ ഹിന്ദു ഭക്തനും ഒരു അയ്യപ്പ ഭക്തനും അക്കാര്യത്തിൽ ഒരു മതവികാരം കാണപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇത് കേരളത്തിൽ RSSനെ ലജ്ജിപ്പിക്കുന്ന തരത്തിൽ RSS കൂടി ഈ വിഷയത്തിൽ കുറച്ച് മര്യാദയും മാന്യമായിട്ടാണ് പെരുമാറിയത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയൊക്കെ നേതാക്കന്മാർ അടക്കം പറഞ്ഞു ഇതിലെ ആരുടെയും വികാരം കാണപ്പെടുന്നില്ല. അവരെ എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വർഗീയതയുണ്ടല്ലോ, അതിനും അപ്പുറത്തുള്ള വർഗീയതയാണ് ഇവിടെ ഈ കാര്യത്തിൽ CPM ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ചും ഏത് സമയത്താണ് ഇതിന്റെ ഒരു പരാതിയും അതുപോലെ CPMന്റെ ഉന്നത നേതാക്കന്മാർ, രാജ്യവെബ്രാജ് കോളേജ് ജില്ലാ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ, ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ ഇവരൊക്കെ ഇറങ്ങി ഇത് പ്രതികരിച്ചത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ പാട്ടിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളുടെ പേരുകൾ പുറപ്പെടുന്നപ്പോഴാണ്. പാട്ടിറങ്ങിയിട്ട് 2 മാസത്തോളായി. ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ഇറക്കിയ ഇലക്ഷൻ പാരഡി പാട്ടല്ല. ഈ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതിൽ CPMന്റെ പങ്കാളിത്തം, അതിൽ ഉൾപ്പെട്ട നേതാക്കന്മാരെ CPM സംരക്ഷിക്കുന്ന സാഹചര്യം, ഇതൊക്കെ ഇറങ്ങിയ സമയത്തുണ്ടായ അതിനെതിരായിട്ടുള്ള പ്രതിഷേധക്കാരാണ്. പിന്നീട് അതിൽ അങ്ങനെ ഒരു ആരോപണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ പറയുന്ന ഒരു വരിയെക്കുറിച്ച് CPM പറയുന്നത് കോൺഗ്രസ്സുകാരും ആ പ്രതികൾ പട്ടികയിൽ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് സഖാക്കളെ മാത്രം കുറ്റം പറയുന്നത് എന്നാണ് ഒരു വാദം. ഏത് കോൺഗ്രസ്സുകാരനാണ്, ഏത് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ്സുകാരനാണ് അതിലുള്ളത്? ഇവിടെ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ അവർ പലരെയും ഇപ്പോഴും CPMകാർ, കോൺഗ്രസ് സംഘടനയെന്ന് പറയുന്ന ആളുകളൊക്കെ CPM സംഘടനയിൽ ഉൾപ്പെട്ടവരാണ്. സംഘടനയിലെ അവിടുത്തെ ജീവനക്കാരുടെ അവരല്ലല്ലോ ഇതിന് സംരക്ഷണം നൽകുന്നത്. അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരല്ലേ 2 പേര് ജയിലിൽ കിടക്കുന്നത്. ആ 2 ജയിലിൽ കിടക്കുന്ന ആളുകളും CPMകാരല്ലേ, അവരിപ്പോഴും CPMന്റെ നേതൃത്വത്തിൽ തുടരുകയല്ലേ. അവർക്കെതിരെ സംഘടനാപരമായിട്ട് നടപടി വേണ്ട എന്നുള്ളതല്ലേ CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കുന്നു എന്നല്ലേ അർത്ഥം. കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലോ സംഘടനാ ഭാരവാഹിത്വത്തിൽ പോലുള്ള ആരെങ്കിലും ഇത് അറസ്റ്റിലായിട്ടുണ്ടോ? അവിടുത്തെ വി ടി ബൽറാം പ്രതികരിച്ചാണ് ഇപ്പോൾ